മഹല്ലുകളെ സജീവമാക്കി സുരക്ഷിതമാക്കി നമ്മൾ നിലനിർത്തുക എന്നൊരു ഭൂമിയെ കാണിച്ചു തന്ന വലിയ മാതൃക. പിന്നെ വിഷയദാരിദ്ര്യമുള്ളവര് പലതും പറഞ്ഞു വന്നിരിക്കും. എനിക്ക് അവരോട് പറയാനുള്ളത്, വിഷയദാരിദ്ര്യം എന്തിനാ നിങ്ങൾ വിഷയദാരിദ്ര്യത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എത്രയോ വിഷയങ്ങളുണ്ടല്ലോ. നമ്മുടെ വേദികൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയല്ല. നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ വാഫി വിഷയത്തിലും അതിവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി അതിനുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നത മുഷാവറ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ്. അവരെയും മറികടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കെടരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. അവരാണ് വാഫി വിഷയത്തിലാകട്ടെ, സമുദായത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, സാമൂഹികമായ മറ്റു കാര്യങ്ങൾ, മതസൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നത സമിതിയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാലാകാലങ്ങളിൽ ഉറച്ച നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ നിലപാടുകൾ എടുക്കാൻ കാര്യശേഷിയുള്ളവർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അവരെ മറികടക്കാൻ ആരും തന്നെ മെനക്കെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് എതിരാണ്, മുന്നോട്ട് വെക്കുന്നതാണ്, അനുസരണമാണ്.